അങ്ങനെ വളരെ നേരത്തെ എഴുന്നേറ്റ ഒരു പ്രഭാതമായിരുന്നു ഇന്ന്. എഴുന്നേറ്റ പാടെ നേരെ നമ്മുടെ എന്നും വരുന്ന സ്ഥലമായ അടുക്കളയിലേക്ക് അങ്ങ് വന്നു. എന്നിട്ടുണ്ടല്ലോ മുഖമൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലെ വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പിന്നെ നമ്മളിന്ന് പാൽ ചായ ഇല്ലാത്തത് കാരണം കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ എനിക്കുണ്ടല്ലോ ഇന്നലെ കുറച്ച് മുരിങ്ങയില കിട്ടി കേട്ടോ. എനിക്കല്ല, സത്യത്തിൽ അമ്മയാണ് കൊണ്ടുവന്നതേ. നമ്മുടെ വീട്ടിൽ മുരിങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്കത് തോരൻ വെക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഞാനപ്പോൾ തോരൻ വെക്കാൻ ഇടിക്കുമ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഇന്നിപ്പോൾ രാത്രിയൊക്കെ ആയില്ലേ, നാളെ രാവിലെ തോരൻ വെക്കുമ്പോൾ ചോറിനപ്പോൾ ഒരു തോരനാവുമല്ലോ, കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചു. രാവിലെ നമ്മളതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ മുരിങ്ങയില തോരനൊപ്പം ആകെ ഇത്തിരിയേ ഉള്ളൂ കേട്ടോ, ഒരു പിടിയേ ഉള്ളൂ, ഇത്തിരി മുരിങ്ങയില കറി കൂടി വെച്ചാലോ എന്ന്. അപ്പോൾ ഇന്നലെ മത്തി മേടിച്ചതും നമ്മൾ കറിയൊന്നും വെച്ചില്ല, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ അതെടുത്ത് വെളിയിൽ പുറത്ത് വെച്ചിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ പാടെ കുറച്ച് തേങ്ങയൊക്കെ അമ്മ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിനി കറിയൊക്കെ വെക്കുമ്പോൾ കുറേശ്ശെ അതിൽ നിന്ന് എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ തിരുകേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനുണ്ടല്ലോ കട്ടൻ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ടല്ലോ, അമ്മയ്ക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടേ നമ്മുടെ മുരിങ്ങയില ഇങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു, നല്ലൊരു ചവർപ്പും ഒരു കയർപ്പും ഒക്കെ ഇല്ല ഇത് തോരൻ വെക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കിത് കഴിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ വലുതായതിന് ശേഷം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടേ ഞാൻ ബാക്കിയുള്ള ഇലയൊക്കെ എടുത്തിട്ട് നമ്മുടെ മുറത്തിലിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അരിയാൻ വേണ്ടി ഒന്നുമില്ല, ഇത്തിരിയേ ഉള്ളൂ. ഇനി അതൊന്ന് അരിഞ്ഞ് തോരൻ വെക്കുമ്പോൾ അതിലും കുറച്ചും കൂടി ഇല്ലാണ്ടാവും. ഇലയൊക്കെ തോരൻ വെക്കും അങ്ങനെയല്ലേ, ഒരു മുറ നിറയെ ഉണ്ടെങ്കിലും നമ്മൾ കടുക് വറുത്ത് തോരൻ വെച്ച് കഴിയുമ്പോൾ അത് ഇത്തിരിയല്ലേ കാണുള്ളൂ. 2 പിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അരിയാനായിട്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. അപ്പം എനിക്ക് കറി വെക്കാനായിട്ടുണ്ടല്ലോ ഇതിൽ ഒരു തണ്ട് മുരിങ്ങയില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മോര് കറി പോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ മുരിങ്ങയിലക്കറിയും. പണ്ടൊക്കെ മുരിങ്ങയിലക്കറി വെച്ചിട്ട് ചോറ് തരുമ്പോൾ എന്തോരം ചോറ് കഴിക്കുമെന്ന് അറിയാമായിരുന്നോ. അമ്മ നല്ല കുറുക്കി വെക്കും കേട്ടോ മുരിങ്ങയിലക്കറി. അതിന് ശേഷം ഞാൻ ആ മുരിങ്ങയുടെ തണ്ടെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് സാധാരണ അയ്യത്തൊക്കെ കളയുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ അരി അടുപ്പിലിട്ടിരുന്ന ആ അടുപ്പിലോട്ട് അതൊന്ന് എടുത്ത് വെച്ചു, വിറകിൻ്റെ കീഴിലോട്ട്. അത് അവിടെ ഇരുന്ന് പുകഞ്ഞ് കത്തി പൊയ്ക്കോട്ടെ, ചാരാവുമല്ലോ. അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കടുകൊക്കെ വറുത്ത് മുരിങ്ങയിലേക്ക് ഇട്ടതിന് ശേഷം അതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് നമ്മൾ തട്ടിപ്പൊത്തി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ ഈ മീൻ തോരൻ്റെ അരപ്പൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ. ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തില്ല, അതിന് പകരമായിട്ട് ചുവന്നുള്ളിയും നമ്മുടെ കാന്താരി മുളകും എല്ലാം കൂടെ ചതച്ചിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയും പുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വിരകി വെച്ചേട്ടോ. എനിക്ക് ഈ അരപ്പിനകത്ത് ഈ മീനൊക്കെ ഇട്ട് ഇങ്ങനെ വിരവാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളൊരു 4-5 തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തക്കാളിയാണ് കേട്ടോ, ഇത്തിരിയുള്ള കുഞ്ഞ് തക്കാളി ഉണ്ടായിരുന്നു. അതൊരു 4-5 ഇട്ടെങ്കിലേ കുറച്ച് നല്ല പുളിയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും ഇട്ടു. എന്നിട്ട് നമ്മളത് അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് മുരിങ്ങയിലക്കറിയുടെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഒരു തണ്ട് മുരിങ്ങയില അവിടെ എടുത്ത് വെച്ചു. പിന്നെ പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് അരച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് വറുത്തതിനകത്തോട്ട് നമ്മുടെ ഈ മുരിങ്ങയിലയൊക്കെ ഒന്നിട്ട് വഴറ്റി എടുത്തിട്ടുണ്ടല്ലോ, ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് അത് കരിഞ്ഞു പോവാണ്ട് ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോഴത്തേക്കിനും തീ കുറച്ചിടണം കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ മുരിങ്ങയിലക്കറി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ അരപ്പെല്ലാം കൂടെ എടുത്ത് അതിലോട്ട് ഒഴിച്ചു. അപ്പോഴത്തേക്കിനും നമ്മുടെ മീൻ അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് അതിൻ്റെ നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നേ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി ചേർത്ത് വെക്കുന്നതിനേക്കാട്ടിലും എനിക്കിത് ഈ കാന്താരി മുളക് അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മുരിങ്ങയില കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ചോറൊക്കെ വിളമ്പി കൊണ്ടുപോകാനെടുക്കണം.
അപ്പോൾ നമ്മുടെ രാവിലത്തെ വിഭവങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.